പോസ്റ്റ്മോർട്ടം നടത്താതെയാണ് ഉസൈബയുടെ മൃതദേഹം വിട്ടു നൽകിയതെന്ന പരാതിയെ തുടർന്ന് മൃതദേഹം വീണ്ടും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മൂന്നുപിടികയിലെ സെയിൻ റെസ്റ്റോറന്റിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് കയ്പമംഗലം MLA E.T. ടൈസൺ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇതിൽ ഒരു പരാതി സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധപ്പെട്ട ഒരു 6 മാസം മുമ്പാണ്. ആ പരാതി ശ്രദ്ധപ്പെട്ട ഉടനെ തന്നെ പഞ്ചായത്ത് അതിനുള്ള അന്വേഷണവും തുടർ നടപടികളും സ്വീകരിച്ചു. അത് ഭക്ഷ്യ പദാർത്ഥങ്ങൾ ചെക്ക് ചെയ്തു, ഹോട്ടൽ അടയ്ക്കാൻ പറഞ്ഞു, പിഴ ഈടാക്കുകയും ചെയ്യും. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് നടപടി സ്വീകരിച്ചാൽ കുറച്ച് നാളുകൾ മാത്രമേ അത് ആ ഹോട്ടൽ അത് ശ്രദ്ധിക്കുന്നുള്ളൂ. വീണ്ടും വേറെ ഇപ്പോൾ ആളുകൾ മുഴുവനും ആശ്രയിക്കുന്ന ഹോട്ടൽ പോലെയാണ്. പൊതു സ്ഥലത്ത് ഏറ്റവും നല്ല വിൽപ്പനയുള്ള ഒരു ഹോട്ടൽ ഒന്നാണത്, നമ്മുടെ ഇപ്പോൾ ഈ പറഞ്ഞ ഹോട്ടൽ. അതാണ് അതിന്റെ പ്രശ്നം. ഇതിപ്പോൾ നമ്മൾ നിയമ നടപടിയിൽ കർശനമായിട്ട് നമ്മൾ നോക്കും. എന്താണ് നിയമത്തിൽ പറയുന്ന അനുസരിച്ച് നമുക്ക് ചെയ്യാൻ കഴിയും. ഉറപ്പായിട്ടും നമുക്ക് അക്കാര്യത്തിൽ ഉള്ള നടപടി നേരത്തെ ചെയ്ത് ഇപ്പോൾ അത് ഉണ്ടായ ഉടനെ തന്നെ പഞ്ചായത്തിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. പഞ്ചായത്ത് ഇടപെട്ടു, അവിടെ ചെന്നു, അതുപോലുള്ള പരിശോധന ഒക്കെ നടത്തി വേണ്ട ഏർപ്പാട് ചെയ്തു, അത് അടച്ചു ഒക്കെ ചെയ്തിട്ടുണ്ട്. ജെയ്സൺ ജാമോളപ്പിൽ വിശദാംശങ്ങളുമായി. ജെയ്സൺ, എന്താണ് സംഭവം? നേരത്തെ ഒരിക്കൽ പൂട്ടിച്ച ഹോട്ടലാണ് വീണ്ടും ഇതേപോലെ ഭക്ഷ്യവിഷബാധയും ഒരാളെ കൊല്ലുന്ന രീതിയിലേക്കും എത്തിയിരിക്കുന്നത്. നികേഷ് കുമാർ, പ്രധാനമായും ഈ ഹോട്ടലിനെതിരെ കഴിഞ്ഞ കുറെ കാലങ്ങളായി പരാതി നിലവിലുണ്ട്. ഇപ്പം MLA തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട്. സ്ഥലം MLA ആണ് ടൈസൺ മാഷ്. അവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്, കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ ഹോട്ടലിനെതിരെ വലിയ പരാതിയുണ്ട്. സൈൻ ഹോട്ടലിനെതിരെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട നിരവധി പരാതികളുണ്ട്. താൽക്കാലികമായി അടപ്പിച്ചിട്ടുണ്ട്, പിന്നെ വീണ്ടും തുറന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഏകദേശം 124ഓളം പേർക്ക് ഭക്ഷ്യ വിഷബാധയുണ്ടായി ആശുപത്രികളിൽ ചികിത്സ തേടിയത്. ഇപ്പോൾ നിലവിൽ 47 പേരാണ് ചികിത്സയിലുള്ളത്. അതിലൊരാൾ ICUവിലുണ്ട്. കൊടുങ്ങല്ലൂർ മോഡേൺ ഹോസ്പിറ്റലാണ് ഒരാൾ ICUവിലുള്ളത്. ആ ഒരു റിക്കവറി നടന്നു വരുന്നത്, അതായത് ആരോഗ്യം മെച്ചപ്പെട്ടു വരുന്നതെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. ഇപ്പോൾ മരിച്ച ഉസൈബ എന്ന് പറയുന്ന വ്യക്തി, അവരുടെ കുടുംബം, അവരുടെ സഹോദരിയും മക്കളും വന്നപ്പോൾ വീട്ടിലേക്ക് ഈ ഹോട്ടലിൽ നിന്ന് ഈ കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് പാർസൽ വാങ്ങുകയായിരുന്നു. അതിനുശേഷം ഈ ഭക്ഷണം കഴിച്ച് അതിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ശാരീരികമായ പ്രശ്നങ്ങളുണ്ടായി. ആദ്യഘട്ടത്തിൽ ഇവരുടെ സഹോദരിയും മക്കൾക്കുമാണ് ശാരീരിക പ്രശ്നങ്ങളുണ്ടായത്. ഉടനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആ സമയത്ത് ഉസൈബയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇതേ സമയം തന്നെയാണ് ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച നിരവധി പേർക്ക് ശാരീരിക അസ്വസ്ഥത ഉണ്ടാവുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പക്ഷേ ഇന്നലെ രാവിലെയോടുകൂടിയാണ് ഉസൈബയ്ക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഛർദിയും വയറിളക്കും ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ആദ്യം പെരിഞ്ഞനത്തെ CHCയിൽ പ്രവേശിപ്പിച്ച്, തുടർന്ന് പരിഹാരമാകാത്ത സ്ഥിതിയിൽ ഇരിഞ്ഞാലക്കുടയിൽ ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി. പിന്നീടാണ് ആരോഗ്യനില വഷളായപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുന്നത്. ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ഉസൈബ മരിക്കുന്നത്. ഇതിൽ ഏറ്റവും മറ്റൊരു ഗുരുതരമായ വീഴ്ച തൃശ്ശൂർ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തുണ്ടായി. ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധയുമായി ബന്ധപ്പെട്ട് മരണമടഞ്ഞ ഉസൈബയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയായിരുന്നു പോസ്റ്റ്മോർട്ടം നടത്താതെ. ഉടനെ തന്നെ അവർ വീട്ടിലേക്ക് എത്തിച്ചു. പിന്നീടാണ് ഇത് വലിയ നിയമപ്രശ്നങ്ങളുണ്ടെന്ന് പോലീസ് ഈ വീട്ടുകാരെ അറിയിക്കുന്നത്. അതിനെ തുടർന്നാണ് വീട്ടുകാർ ഇപ്പോൾ പോലീസിനെ അറിയിച്ച പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് തന്നെ കൊണ്ടുപോകും. തുടർന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും സംസ്കാരം നടക്കുക. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഹോട്ടലുകളിൽ ഒന്നാണ് പെരിഞ്ഞനം ഭാഗത്തെ. അത് MLA തന്നെ വ്യക്തമാക്കി. അരമണിക്കൂറിലധികം നിന്നാൽ മാത്രമേ അവിടെ ഭക്ഷണം പോലും ലഭിക്കുന്ന അവസ്ഥയുണ്ട്. അത്രയേറെ തിരക്കുള്ള ഒരു ഹോട്ടലിൽ ഒരു ദിവസം ഭക്ഷണം കഴിച്ച് 124 പേർക്ക് ഒരുമിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുക. അത് മയോണൈസ് കഴിച്ച ആളുകൾക്കാണ് പ്രധാനമായും ഉണ്ടായതെന്നാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. മയോണൈസ് കഴിക്കാത്ത ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെയാണ് മയോണൈസ് ആണ് ഇതിൽ വില്ലനായി എന്ന പ്രാഥമികമായ വിലയിരുത്തലിലേക്ക് എത്തിയിരിക്കുന്നത്. അത് ഈ 124 പേരിൽ ഇപ്പോൾ 47 പേർ ഇപ്പോഴും വിവിധ ആശുപത്രികളിൽ കഴിയുകയാണ്. ഒരാൾ ICUവിൽ കഴിയുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഉസൈബയുടെ മൃതദേഹം വീണ്ടും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം സംസ്കാര ചടങ്ങുകൾ നടക്കും. നികേഷ് കുമാർ.